അങ്ങനെ നമ്മൾ 5:30 ആയപ്പോൾ പുരിയിലെത്തിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെയാണ്, ഇന്നും നാളെയും പുരിയിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നേരത്തെ ഇവിടെ എത്തിയാൽ നമ്മുടെ ആ ഫ്ലാഗ് ചേഞ്ച് ചെയ്യുന്നത് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ വണ്ടിയും നമ്മളുമൊക്കെ ലേറ്റായി, 5:30 ആയി. ഇന്ന് നമ്മളിവിടെയാണ് സ്റ്റേ, ഹോട്ടൽ ബീച്ച് റിസോർട്ട്. അപ്പോൾ ഇവിടെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ നേരെ ക്ഷേത്രത്തിലേക്ക് പോകണം, അവിടുത്തെ കാഴ്ചകൾ കാണണം എന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങണം, ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ ഇന്ന് ഇവിടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് താമസമുണ്ട്. കാരണം നമ്മളിപ്പം ഭുവനേശ്വറിൽ ചെക്കൗട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഐഡിയ ഒക്കെ കൊടുത്ത് ഓരോരുത്തർക്ക് റൂം അലോഡ് ആവണം. അലോട്ട്മെൻറ്റിന് ശേഷം എല്ലാവരും ഒന്ന് ഫ്രഷായിട്ട് വന്നിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട്. ഇവിടുത്തെ അടുത്ത് തന്നെയാണ് ക്ഷേത്രം. അങ്ങനെ പുരിയിലെ ആദ്യത്തെ വൈകുന്നേരമായി. കാരണം നമ്മൾ കൊണാർക്കൊക്കെ കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു യാത്ര തന്നെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എബോവ് 55 ആയതുകൊണ്ട് തന്നെ ഓരോ സ്ഥലത്ത് നിന്നും ഇറങ്ങി കയറാനൊക്കെ ആയിട്ട് അതിൻ്റേതായിട്ടുള്ളൊരു ശാരീരിക പ്രയാസങ്ങളുണ്ട്. എന്നാലും ഒരു ടീമായിട്ട് പോകുമ്പോൾ അതെല്ലാം മറന്ന് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. ആബാലവൃതം, അതായത് എൻ്റെ മോളാണ് അതിൽ ഏറ്റവും ചെറുത്, നമ്മുടെ രംഗൻ ചേട്ടനാണ് ഏറ്റവും വലുത്. അപ്പോൾ നമ്മളെല്ലാവരും റൂമിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഹോട്ടലിലെല്ലാം ഭയങ്കര സ്ട്രിക്റ്റാണ്. നമ്മളെല്ലാവരും ആധാർ കാർഡ് കൊടുക്കണം. ഒരാളുടെ ആധാർ കാർഡ് കൊടുത്താൽ പോരാ. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം നല്ല വലിപ്പവും സൗകര്യമുള്ള റൂമാണ്. ഡബിൾ കോട്ട് കട്ടിലാണ്, AC ബെഡ്റൂമാണ്. പിന്നെ ഇപ്പോൾ എല്ലാ ഹോട്ടലുകളിലും, ഞങ്ങൾ നേരത്തെ ഭുവനേശ്വറിൽ താമസിച്ചിരുന്നു, അവിടെയാണെങ്കിൽ പോലും നമുക്ക് ഫ്രീ വൈഫൈ, 2 ബോട്ടിൽ വെള്ളം, അതുപോലെ തന്നെ സോപ്പ്, ഷാംപൂ, എല്ലാ സൗകര്യങ്ങളും ഇപ്പം ഹോട്ടലുകളിൽ കിട്ടുന്നുണ്ട്. അതിൽ വൈഫൈ ആണ് നമുക്ക് വേണ്ടത്. കാരണം ഡേറ്റ യൂസ് ചെയ്ത് തീരാറായി. അപ്പോൾ വൈഫൈ കിട്ടുന്നു എന്നുള്ളത് എല്ലാവർക്കും ഒരു ഉപകാരം കൂടിയാണ്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ. ഫ്രണ്ട് എത്ര മനോഹരമായിട്ടുണ്ടല്ലേ, ബാക്കിൽ ഇതാണ് വ്യൂ. അപ്പോൾ നമ്മുടെ പരിപാടിക്കൊക്കെ അല്പം ചേഞ്ച് വന്നിട്ടുണ്ട്. താമസിച്ചുകൊണ്ടും ചെക്ക് ഇൻ ചെയ്തൊക്കെ വന്നപ്പോൾ അല്പം ലേറ്റായി. അതിനുശേഷം രാത്രിയിൽ അമ്പലത്തിൽ പോയാൽ ഒന്നുകൂടെ ലേറ്റ് ആകും എന്നുള്ളൊരു ഇൻഫർമേഷൻ ലഭിച്ചുകൊണ്ട് അടുത്തുള്ളൊരു ബീച്ചിൽ നമ്മൾ വന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് വിഷനൊക്കെ എത്രത്തോളം ക്ലിയർ ആവും എന്നുള്ളത് നമുക്കറിയില്ല. ഇതാണ് ബീച്ച്. ഇത് ബേ ഓഫ് ബംഗാളാണ്. ഇവിടെ ഒട്ടും ലൈറ്റില്ല. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റൊക്കെ കാണാം. പക്ഷെ അവിടെ വരെ നടക്കാനുള്ളൊരു ശേഷി ആർക്കും ഇല്ല. അപ്പോൾ ജസ്റ്റ് നമുക്ക് 8:30 ഡിന്നർ റെഡിയാകുക. അപ്പോൾ അതുവരെ ഒന്ന് ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. മാക്സിമം എൻജോയ് എവറി സെക്കൻഡ്സ് എന്നാണല്ലോ, അതുകൊണ്ട് ഇറങ്ങിയതാണ്. ഓക്കെ, ബീച്ചിലെ കാഴ്ചയും കണ്ട് നേരെ ഡിന്നറിനെത്തി. പക്ഷേ സമയം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ആയിപ്പോയി. 8:30 എന്നുള്ളത് 9:30 ആയി. നമ്മുടെ ടീം മെമ്പേഴ്സിൽ പലർക്കും പല പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊന്നും ഒരു പ്രയാസമാക്കാതെ അവർ അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ ടീമിന് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം. അതാണൊരു ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് നേരത്തെ ഭക്ഷണം തന്നില്ല, എനിക്ക് ആ സമയത്താണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നതെന്നൊന്നും ഒരു കംപ്ലൈൻറ്റും ആരും പറഞ്ഞില്ല. ഇതാണ് യഥാർത്ഥ ടീം സ്പിരിറ്റ്. അങ്ങനെ ഭക്ഷണവും കഴിച്ചു. നാളെ രാവിലെ ചിലിക്ക ലേക്കിലേക്ക്.